അപ്പോൾ ഇന്നൊരു നല്ല തണുപ്പുള്ളൊരു പ്രഭാതമാണ്. ഇത് കണ്ടോ, മഞ്ഞാണോ മഴയാണോ എന്നറിയാത്തൊരവസ്ഥയാണ് ഇത്. എന്നുവെച്ചാൽ ഇത് കുഞ്ഞതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്, പക്ഷെ മഴയുണ്ട്. മഞ്ഞ് ഇത് താഴെയൊക്കെ കണ്ടോ, ഐസ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് വയ്ക്കുന്ന ആ ഒരു ഇതില്ലേ, ആലിപ്പഴത്തിൻ്റെ സ്റ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല, ആലിപ്പഴം പോലെ ഉണ്ട്, പക്ഷെ വലുതായിട്ടില്ല. മഴയും സ്നോവും കൂടെ ഉണ്ടാവുമെന്നാണ് ഇന്ന് ക്ലൈമറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എഴുന്നേറ്റത് ഇതാണ് കാണുന്ന സീൻ എന്ന് പറയണത്. അപ്പം ഞാൻ എന്തായാലും ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ചുകൂടെ കൂടി ഫാസ്റ്റായി. നോക്കട്ടെ കയ്യിൽ എന്തെങ്കിലും വീഴുമെന്ന്. വെള്ളം തന്നെയാണ്, മഴ പോലെ തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നല്ല തണുപ്പും മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. മഴ എന്ന് പറയുമ്പോൾ മഴയല്ല, മഞ്ഞും മഴയും കൂടെ ഉണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. അപ്പം നല്ല ഒരു രസമുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും എഴുന്നേറ്റ് അപ്പോൾ ഓർത്തു എന്തായാലും വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ന്യൂ ഇയർ വ്ളോഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ആഘോഷങ്ങളൊന്നും പഴയ പോലെ അല്ലല്ലോ. അപ്പം ജസ്റ്റ് ഇന്നത്തെയും പോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക. ന്യൂ ഇയർ എന്ന ടി വിയിലായിരുന്നു ഇങ്ങനെ കണ്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്തത്, അതുകൊണ്ടാണ് ഒന്നും ഇടാതിരുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കമൻറ്റ് ചെയ്യണേ, അടിപൊളിയായിരുന്നോ എന്നുള്ളതൊക്കെ. ഇന്ന് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഇന്ന് പോഹ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ അവില് കൊണ്ടുള്ള ഒരു ഉപ്മാവ് ഉണ്ടാക്കില്ലേ, നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പോഹ എന്ന് പറയണത്. ഫുള്ളിങ്ങനെ മഞ്ഞ കളറായിട്ട് നിൽക്കും. പൂനെയിലോട്ട് ആദ്യം പോകുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ മൊത്തം താഴെയൊക്കെ ഈ മഞ്ഞ കളറിൽ നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യം പോയ സമയത്തും ഫുള്ളിങ്ങനെ മഞ്ഞ എല്ലാ കടയിലും ഉണ്ടാവുമേ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അതെന്താ സംഭവം എന്നൊന്ന്. സ്വീറ്റ് എന്തോ ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ അവിടെ പോയി എല്ലാം സംഭവങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് ഇത് പോഹയാണെന്ന് വെച്ചാൽ അവിലാണ്, അവിലുകൊണ്ടുള്ള ഉപ്മാവാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ ഈ ഒരു ഉപ്മാവ് കഴിക്കുന്നത് അച്ചാറിൻ്റെ കൂടെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു ശരി നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാം. ഒത്തിരി നാളായിട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട്. ഇന്നിപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വർത്തമാനം പറഞ്ഞിരിക്കേണ്ട, പോവാം. അപ്പം നമ്മൾ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പോഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിക്കായിട്ടുള്ള ഈ അവില് തന്നെ വേണേ, അല്ലാതെ തിന്നായി കഴിയുമ്പം പെട്ടെന്നത് കുതിർന്ന് കുഴഞ്ഞു പോകും. അപ്പം ഞാനിപ്പം പാക്കറ്റ് വാങ്ങിയത് പൊട്ടിച്ചിട്ടില്ല. അപ്പം പിന്നെ വെള്ള കളർ തന്നെ എടുക്കുന്നതാണ് കറക്റ്റ് നല്ലത്. എന്നുവെച്ചാൽ ആ ഒരു കളറ് കിട്ടാൻ, മഞ്ഞ കളറ് കിട്ടണമെങ്കിൽ വെള്ള അവില് തന്നെ എടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കണം. നനയ്ക്കാന്ന് പറയുമ്പോൾ ഇത് നമ്മൾക്ക് മറ്റേ അരിപ്പയിലിട്ട് നനയ്ക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കുതിർന്നു പോകും. ഇത് നമ്മളൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ കഴുകി ഇങ്ങനെ ജസ്റ്റ് നനച്ചതും ഇതുപോലെ ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് അങ്ങനെ വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കരുത്. അപ്പം ഞാനിത് അരിപ്പയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കട്ട കുത്താതെ സൂക്ഷിക്കണം. അപ്പോൾ ഇത് ഇവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല, ഏട്ടനാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതെന്ത് പൊടിയാണ്? ഇഞ്ചി. ഈ ചായയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, എല്ലാ പൊടികളും ഇടും. പിന്നെ ഇത് സിനമൺ പൗഡർ. ഇഞ്ചി, അതുപോലെ പട്ട, ഏലക്ക.
പൊടി. അപ്പോൾ ഈ ഒരു 3 പൊടികളാണ് മെയിനായിട്ട്. മല്ലിപ്പൊടി മുളക് പൊടി ഇടാത്തത് ബാക്കി എല്ലാ പൊടികളും ഉണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് ഒരുവിധം വറ്റി വരുമ്പോഴാണ് നമ്മൾ പാലൊഴിക്കേണ്ടത്. അപ്പം നല്ല കടുപ്പമായിട്ട് വരുമ്പോൾ അതിലോട്ട് പാലും കൂടെ ഒഴിക്കാം. ഇനി ഇതൊരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ചായ റെഡി. അപ്പം നമ്മൾ പോഹയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അരിയാം. ചെറുതാക്കിയിട്ട് അരിയണേ. ഉള്ളി കൂടുതൽ ഇടുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പം 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ അവിടെ മഹാരാഷ്ട്രയിലൊക്കെ ഇതിന് ഉള്ളി കൂടുതലിട്ട് പോഹ കാന്ത പോഹ എന്ന് പറയും. ആദ്യമൊക്കെ ഇങ്ങനെ പോകുമ്പം കാന്ത പോഹയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് വിചാരിക്കും. നമ്മൾ ഹിന്ദിയല്ലേ അറിയുള്ളൂ, മറാഠി അറിയത്തില്ലല്ലോ. അപ്പം കാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളിനെയാണ് പറയുന്നതെന്ന് പിന്നീടാണ് മനസ്സിലായ ഫ്രണ്ട്സൊക്കെ പറയുമ്പം. നമ്മൾ കാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പാട്ടല്ലേ ഓർമ്മ വരിക, തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന ആ ഒരു പാട്ട്. അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ നല്ല നല്ല രസമുള്ള ഓർമ്മകളൊക്കെ ആയിരുന്നു പൂനെയിൽ. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഓർത്തെടുക്കുക ശരിക്കും. അപ്പോൾ അതേ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അതവിടെ സൈഡിലിരുന്ന് അങ്ങ് സിമ്മിലിരുന്ന് ഒന്ന് വറ്റിച്ച് എന്താ പറയുന്നത് കുറച്ച് കടുപ്പം കൂട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. ഏറ്റവും കൂടുതൽ അങ്ങനെ കുടിക്കുക. അപ്പം നമ്മൾക്ക് ആ സമയം കൊണ്ട് എന്തായാലും പോഹ ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇടാം. പിന്നെ ഇതിൽ കടല ഇടണം. തൊലിയുള്ള കടല ഉണ്ടെങ്കിൽ അത് ഇടാം. ഇതിനിപ്പം തൊലി ഇല്ലാത്ത കടല ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് ഇടുന്നത്. പിന്നെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മുടെ അവിലിടണം. അത്രേ ഉണ്ടോ. ഒരു ഇങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇടാം ഇതിലോട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പിടാം. ഇത് വെള്ളത്തിലിട്ടിട്ട് അരിച്ചു വെച്ചിട്ടുള്ള പോഹയാണ്, അവിലാണ്. അപ്പോൾ അത് ഇടാം. ഇനി ഇതെല്ലാം കൂടെ പതുക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അവിൽ ഇതുപോലെ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നനച്ചതും അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇല്ലയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒട്ടും. പിന്നെ നമ്മുടെ നാടൻ അവിലാണെങ്കിൽ കുറച്ചുകൂടെ കുതിർത്ത് വെക്കേണ്ടി വരും തോന്നുന്നു. പക്ഷേ ഈ വെള്ള അവിലാവുമ്പം അത്രയും കുതിർത്ത് വെക്കണ്ട. ജസ്റ്റ് ഒന്ന് വെള്ളം നനയുമ്പോഴേക്കും തന്നെ അത് സോഫ്റ്റ് ആയിക്കോളും. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഫുൾ മഞ്ഞ കളർ ആകുമ്പം നമ്മളിതൊന്ന് മൂടി വെക്കണം. ഒരു 2 മിനിറ്റ് അങ്ങ് വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ. ആവിയൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് പിന്നെ എടുക്കാം. അപ്പോഴേക്കും ചായ റെഡി ആയിട്ട് ഏട്ടൻ ചായ എടുക്കുവാണ്. മഞ്ഞയും കണ്ടോണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ ഏട്ടാ? മഞ്ഞില്ലേ, മഞ്ഞ് തീർന്നു അല്ലേ? മഞ്ഞ് തീർന്നു. ഇപ്പം എന്താ ഐസൊക്കെ വന്നിട്ടുണ്ട്. ഇത്
ഇത് കണ്ടോ, നേരെ കാണാനില്ല, എന്നാലും അത് ഐസായിട്ടിരിക്കുന്നു. അപ്പം ഇതിനകത്തൊക്കെ ആവി വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ മൂടി വെക്കേണ്ടത്. ഇപ്പം ഇതിനകത്തൊക്കെ ആവി വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കണം, അതാണ് നല്ല ഇത്. പിന്നെ ഇത് കണ്ടോ, ഒന്നും ഒട്ടിയിട്ടില്ല അവലൊന്നും. ഇങ്ങനെ ഓരോന്നും ഒട്ടാതെയാണ് ഇരിക്കുന്നത്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ട്. ഇങ്ങനെ ഒട്ടി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റും കിട്ടില്ല, ആ ഒരു പെർഫെക്ഷനും ഉണ്ടാവില്ല. ഇങ്ങനെ ഒട്ടാതെ ഇരിക്കണം എല്ലാം ആവില്ല, അത് ശ്രദ്ധിക്കണം നമ്മൾ. അതിന് ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മളതിനെ അരിച്ചില്ല എന്ന് വെച്ചാൽ, ഞാനിത് വെറുതെ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കട്ടയായി കഴിഞ്ഞാൽ ഈ കാണുന്ന ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. നല്ല ലെമൺ മഞ്ഞയാണ് ഉള്ളത് ഇതിൻ്റെ കളറായിട്ട് വരുന്നത്, പക്ഷേ ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. എത്ര പെട്ടെന്ന് റെഡിയായില്ലേ. ഇങ്ങനെ നമ്മൾക്ക് മടിയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഇത് ചൂടോടെ കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വട കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ചെന്നൈയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വട ഉണ്ടാവും, ഇല്ലെങ്കിൽ ലെമൺ റൈസോ അല്ലെങ്കിൽ എന്ത് റൈസാണെങ്കിലും അതിൻ്റെ കൂടെ ഇങ്ങനെ വടയും അങ്ങനെ വെക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പം എന്തായാലും എന്നാൽ പിന്നെ പരിപ്പുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കുകയാണ്. അപ്പം ഇതുവരെ പോഹ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഥവാ കഴിച്ചിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അച്ചാറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇത് മാങ്ങച്ചാറാണ്. പിന്നെ പരിപ്പുവട ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരിച്ചിരി ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നനച്ചു കൊടുക്കാൻ മാത്രമുള്ള ചെടികളില്ല, ഇപ്പം നമ്മുടെ വിൻ്റർ ആണല്ലോ. അപ്പം ഇതിവിടെ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, പുതിന ഞാൻ വീണ്ടും വെള്ളത്തിൽ വെച്ചേ, കാരണം മണ്ണിൽ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഉള്ളിലെടുത്ത് വെക്കാമെന്ന്. ഇങ്ങനെ വെള്ളത്തിൽ വെക്കുമ്പോഴാണ് ഇവിടെ കൂടുതൽ വളരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുവാണ്, കാരണം ഇപ്പം വിൻ്റർ ആയല്ലോ, അതുകൊണ്ടാണ് ഇപ്പം മണ്ണിൽ വെക്കുമ്പോൾ അധികം വളരണില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെടിച്ചട്ടി ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാണ് ഇപ്പം നന്നായിട്ട് അത് വളരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെടികൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ശരിക്കും ശൂന്യമായിട്ടിരിക്കുന്ന പോലെയാണ്, പുറത്താണെങ്കിലും പച്ചപ്പൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിലും ഒരു പച്ചപ്പിന് വേണ്ടിയിട്ടൊന്നും ഇല്ല ശരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 4-5 മാസം കൂടെ വെയിറ്റ് ചെയ്താലേ ആ ഒരു പച്ചപ്പ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അന്ന് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാനൊന്ന് എണ്ണ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം അത് നല്ലതാണ്, മസാലയൊക്കെ എല്ലാവിടെയും പിടിക്കുമല്ലോ. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നല്ലെണ്ണയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. അപ്പം നല്ലെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും പിന്നെ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിപ്പം ആവാറായിട്ടുണ്ട് എന്തായാലും. ഇനിയിപ്പം അതും കൂടെ കഴിഞ്ഞാൽ കറികൾ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഉച്ചയ്ക്ക്. അതുകൊണ്ട് ചോറ് എപ്പോഴും നേരത്തെ തന്നെ അടുപ്പിൽ വെച്ച് വെക്കും, അത് ലേറ്റായിട്ടാണല്ലോ വെന്ത് കിട്ടുക. അതുകൊണ്ട് അപ്പം ഇന്ന് ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കറിയാണ്. ചക്ക എന്ന് പറയുമ്പോൾ ഇടിച്ചക്കയുടെ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇപ്പം നമ്മുടെ ചക്ക ഫ്രോസൺ ചക്കയാണ്. ചക്ക എന്ന് പറയുമ്പം അതെ ടെൻഡർ, ഈ കുഞ്ഞു ചക്കയുണ്ടല്ലോ നമ്മുടെ ഇടിച്ചക്ക, അതാണ്. അപ്പം ഇത് നമ്മൾക്ക് മുറിച്ച് അതിനകത്ത് ഓൾറെഡി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അവരത് പാക്കറ്റിലാക്കി തരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ സൈഡ് ഡിഷായിട്ട് ഞാനൊന്ന് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിയലെന്ന് പറയുമ്പം ഒത്തിരി പച്ചക്കറികളൊന്നും ഇടണില്ല എന്ന് പറയുമ്പം ഇല്ല, കയ്യിലുള്ളത് ഇപ്പം ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങക്ക ഉണ്ട്, പിന്നെ കുമ്പളങ്ങ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ അവിയൽ തന്നെ ഉണ്ടാക്കാം, ഇത് 3 മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതേ കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മൺചട്ടിയിൽ വെക്കാം എന്തായാലും, പച്ചമുളക് ഇട്ടിട്ട്. ഇനി അവിയലിൻ്റെ റെസിപ്പി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം, ഞാനും ഒത്തിരി തവണ കാണിച്ചിട്ടുണ്ട്. അപ്പം അവിയലൊക്കെ ഇനി അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇനി ചക്ക ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ പീസസ് ആയിട്ടായിരിക്കും ചക്ക പാക്കറ്റിനകത്ത് ഇരിക്കുക. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ചെറുതാക്കുകയാണ്. വലുതെന്ന് പറയുമ്പോൾ ഒരുപാട് വലുതല്ല, എന്നാലും കുറച്ചുകൂടെ ചെറുതാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് കറിക്ക് നല്ലതാണല്ലോ. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്.
ഇനി പരിപ്പിലോട്ട് ചക്ക കൂടെ കൊട്ടിയതിന് ശേഷം അതിലോട്ടുള്ള പൊടികൾ ചേർക്കാം. നമ്മൾ സാധാരണ കറിക്ക് എന്നും ചേർക്കുന്ന പോലെ തന്നെ പുളിങ്കറിക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ ഉപ്പും ആവശ്യത്തിന് ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പരിപ്പിലിപ്പം അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ച് നമ്മളുടെ ചക്കയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വേവുന്ന വരെ തിളപ്പിക്കണേ. അപ്പം അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അവിയലും ഇവിടെ വെന്തിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ വെന്തു. അപ്പം അതിലോട്ടുള്ള അരപ്പ് കൂടെ ചേർക്കുകയാണ്. തേങ്ങയിൽ അരപ്പ് ചേർക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഞാനിതിപ്പം സൈഡ് ഡിഷ് പോലെയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം ഒട്ടും വെള്ളമില്ല. അപ്പം അരപ്പും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. അതിലോട്ട് പുളി ഒഴിച്ചിട്ട് ഇനി 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലോട്ട് അരപ്പ് ചേർക്കണം. അപ്പം അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകം കൂടി ഇട്ടിട്ടാണ് അരയ്ക്കണത്. അപ്പോൾ ഇതേ അവിയലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ ഒന്ന് തൈരും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ അവസാനമായിട്ട്. തൈര് ചേർത്തതിന് ശേഷം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓൺ ചെയ്തിട്ട് പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അത് ചൂട് പെട്ടെന്ന് അങ്ങനെ തട്ടിയിട്ട് പിരിഞ്ഞു പോവേ. തൈര് നമ്മൾ പുളിപ്പിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ചിലരൊക്കെ മാങ്ങ ചേർക്കുമെന്ന് തോന്നുന്നല്ലേ ഈ ഒരു അവിയലിൽ. അപ്പോൾ ഞാനിന്ന് മഞ്ഞ കളറിലാണ് ഉണ്ടാക്കിയത്. പൊതുവേ നമ്മുടെ പാലക്കാടൻ അവിയൽ എന്ന് പറഞ്ഞാൽ വെള്ള കളറിലാണ് ഉണ്ടാവുക. ഏട്ടന് മഞ്ഞ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം ഇതേ നമ്മുടെ ചക്കക്കറിയും അതുപോലെ തേങ്ങ അരച്ചതൊഴിച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കടുക് താളിച്ചിട്ട് ഒഴിക്കുകയാണ്. അപ്പം വെളുത്തുള്ളി, കറിവേപ്പിലയും മാത്രമേ കടുകും കൂടിയിട്ട് ഇടണുള്ളൂ. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ചക്കക്കറിയും റെഡിയായി. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരിതാണ്. പിന്നെ എന്തായാലും ഒരു മീനുണ്ടായിരുന്നു. നമ്മൾ ഏട്ടൻ കഴിഞ്ഞ തവണ പോയപ്പം കടയിൽ പോയപ്പം ഫ്രഷ് മീൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം അപ്പോൾ ഫ്രൈ ചെയ്യുകയാണ് ഏട്ടനും വിക്കിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏട്ടൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ഈ മീൻ തൊടാനും സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. കുക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഏട്ടനാണ് ചെയ്യുന്നത്. അതിൽ എണ്ണ വെച്ച് തരുവാണ് എണ്ണയിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പക്ഷേ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീനായതുകൊണ്ടാണോ ഇനി ഫ്രഷ് അല്ലാത്തതാണോ എന്നറിയില്ല, ഇങ്ങനെ പൊടിഞ്ഞു പോകണ്ടായിരുന്നു തിരിച്ചിടുമ്പോഴത്തേക്കും. അപ്പം ഊണിനുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ ചോറും അവിയലും മീൻ വറുത്തതും അതേപോലെ തന്നെ ചക്ക പുളിങ്കറി എന്നാണ് പറയുക. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ചക്കക്കറി. അപ്പം അത്രയേ ഉള്ളൂ. ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് കുറച്ച് ഇന്ന് അലക്കുന്ന ദിവസമായിരുന്നേ. അപ്പം അലക്കുന്നത് ഒരു ദിവസം കാണിച്ചു തരാം. അത് പുറത്താണ്, ലോണ്ട്രി പോകണം. അപ്പോൾ അതുകൊണ്ടാണ് അധികം കാണിക്കാത്തത്. ഇതിപ്പം കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏട്ടനും മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികളുള്ളത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കുകയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് വൈകുന്നേരത്തെ ഒരു റെസിപ്പിയും കൂടെ ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഷോർട്ട്സായിട്ട് നമ്മളിപ്പം ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിലാണ് ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നത്. വെർട്ടിക്കലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു റെസിപ്പി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാതിരിക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു റെസിപ്പി ആയിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുഞ്ഞു വ്ളോഗായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കൂടെ ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.